നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് തോന്നിയിട്ടില്ലേ, ഐ ആം ട്രാപ്ഡ്, ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. അത് ചിലപ്പോഴൊരു ജോലിയിലായിരിക്കാം, ഒരു ബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചിന്തകളുടെ ഒരു തടവറയിലായിരിക്കാം. പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ലെന്നും മനസ്സ് 100 വട്ടം പറയും. ആ ചുവരുകൾക്ക് നമ്മളെക്കാൾ ഉയരമുണ്ടെന്നും ആ അഴികൾക്ക് നമ്മുടെ ശക്തിയേക്കാൾ ബലമുണ്ടെന്നും നമ്മൾ വിശ്വസിച്ചു പോകും. എന്നാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറ്റ്സ് ദ അൺക്വഞ്ചബിൾ തേഴ്സ്റ്റ് ഫോർ ഫ്രീഡം. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹം. എത്ര വലിയ പൂട്ടിട്ട് പൂട്ടിയാലും, എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും, ആ ഒരൊറ്റ വികാരം, ആ ഒരൊറ്റ ആഗ്രഹം, അതൊരു വിത്തുപോലെ കോൺക്രീറ്റിനെ പോലും ഭേദിച്ച് പുറത്തു വരും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കഥ അത്തരമൊരു അടങ്ങാത്ത ദാഹത്തിന്റെ കഥയാണ്. മനുഷ്യന്റെ ബുദ്ധിയും ധൈര്യവും ടീം വർക്കും ഒന്നിച്ചാൽ ഇമ്പോസിബിൾ എന്ന വാക്കിന് ഒരർത്ഥവുമില്ലെന്ന് തെളിയിച്ച ഒരുപറ്റ മനുഷ്യരുടെ കഥ. ഇത് 2ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ജർമ്മനിയിലെ ഒരു തടവു പാളയം. പക്ഷേ ഇത് വെറും ഒരു തടവു പാളയമല്ല. ഇതിനൊരു പ്രത്യേകതയുണ്ട്. സമ്മിഖ്യയായ, അതായത് സഖ്യകക്ഷികളുടെ വ്യോമസേനയിലെ ഏറ്റവും മിടുക്കരായ, ഇതിനു മുൻപ് പലതവണ തടവു ചാടാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ട എക്സ്പേർട്ട് എസ്കേപ്പ് ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് പാർപ്പിക്കാൻ വേണ്ടി ജർമ്മൻ ലുഫ്റ്റ് വാഫെ, അതായത് അവരുടെ എയർഫോഴ്സ് പണിത ഒരു സൂപ്പർ മാക്സ് ജയിലാണ്. സ്റ്റാലാക് ലുഫ്റ്റ് 3 എന്നാണ് അതിൻ്റെ പേര്. ജർമ്മൻ പട്ടാളക്കാർക്ക് ഉറപ്പായിരുന്നു ഇവിടെ നിന്ന് ഒരു ഈച്ച പോലും പുറത്തു പോകില്ല എന്നും. അത്രയ്ക്ക് കനത്ത സുരക്ഷ, 100 കണക്കിന് ഗാർഡുകൾ, ഉയർന്ന മുള്ളുവേലുകൾ, വാച്ച് ടവറുകൾ. പോരാത്തതിന് തടവുകാർ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടി ക്യാമ്പിന് ചുറ്റുമുള്ള മണ്ണ് പോലും അവർ മാറ്റിയിരുന്നു. സാധാരണ മണ്ണിനടിയിൽ ഇരുണ്ട നിറമായിരിക്കുമല്ലോ, അപ്പോൾ തുരങ്കം കുഴിച്ച് മണ്ണ് പുറത്തു കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാം. അതിനു പകരം ഇവർ ക്യാമ്പിന് താഴെയുള്ള മണ്ണ് മഞ്ഞ നിറത്തിലുള്ള മണൽ പോലത്തെ മണ്ണാക്കി മാറ്റി. അതായത് ആരെങ്കിലും തുരങ്കം കുഴിക്കാൻ ശ്രമിച്ചാൽ ആ മഞ്ഞ മണ്ണ് അവരുടെ വസ്ത്രത്തിലോ ഷൂസിലോ പറ്റിപ്പിടിക്കും. ഫെററ്റ്സ് എന്നറിയപ്പെടുന്ന ഗാർഡുകൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഈ എസ്കേപ്പ് പ്രൂഫ് ജയിലിലേക്ക് പുതിയ തടവുകാരെ ഓരോരുത്തരായി കൊണ്ടുവരികയാണ്. ഓരോരുത്തരും ഓരോ ഐറ്റമാണ്. കൂട്ടത്തിൽ ഒരാളുണ്ട്, അമേരിക്കൻ പൈലറ്റ് ഹിൽസ്. ആളൊരു ലോണറാണ്, ഒരൊറ്റയാൻ. അയാൾക്ക് ആരോടും വലിയ സംസാരമൊന്നുമില്ല. അയാളുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ചാടിപ്പോവുക. പക്ഷെ തനിയെ. ടീം വർക്കിലൊന്നും പുള്ളിക്ക് വലിയ വിശ്വാസമില്ല. ക്യാമ്പിലെത്തിയ ഉടനെ ഗാർഡുകളുടെ കണ്ണുവെട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കി പിടിക്കപ്പെട്ടു. അയാളെ നേരെ കൂളറിലിട്ടു. കൂളർ എന്നാൽ ഒരു ഇരുട്ടുമുറിയിലെ ഏകാന്ത തടവാണ്. അതോടെ അയാൾക്ക് ദ കൂളർ കിങ് എന്നൊരു ഇരട്ടപ്പേരും കിട്ടി. അവിടെ വേറെയുമുണ്ട് വിദ്വാൻമാർ. ബ്രിട്ടീഷ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഹാൻലി ദ സ്ക്രൗഞ്ചർ എന്നറിയപ്പെടുന്നു. കിട്ടാത്ത ഒരു സാധനവുമില്ല. ഒരു പിന്നു മുതൽ സിമന്റ് വരെ എന്തു വേണമെങ്കിലും പുള്ളി സംഘടിപ്പിച്ചു തരും. ക്യാമറകൾ, തിരിച്ചറിയൽ കാർഡുകൾ, എന്തുമാകട്ടെ. പിന്നെ ബ്ലൈത്ത് ദ ഫോർജർ, വ്യാജ തിരിച്ചറിയൽ കാർഡുകളും രേഖകളും ഉണ്ടാക്കുന്നതിൽ ഒരു ആർട്ടിസ്റ്റാണ്. കണ്ണിന് കാഴ്ച കുറവാണെങ്കിലും അയാളുടെ കൈകൾക്കൊരു മാജിക്കിന്റെ വിരുദുണ്ട്. പിന്നെ നമ്മുടെ ട്യൂണൽ കിങ് ഡാനി. ജീവിതത്തിൽ കുഴിച്ച തുരങ്കങ്ങൾക്ക് കണക്കില്ല. ക്ലോസ്ട്രോഫോബിയ, അതായത് ഇടുങ്ങിയ സ്ഥലങ്ങളോടുള്ള പേടി ഉണ്ടായിട്ട് കൂടി ടീമിനു വേണ്ടി തുരങ്കം കുഴിക്കാൻ എപ്പോഴും മുന്നിലുണ്ടാകും. ഇവരെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരൊറ്റ മനുഷ്യനുണ്ട്, സ്ക്വാഡ്രൺ ലീഡർ റോജർ ബാട്ട്ലെറ്റ്. ജർമ്മൻകാർക്ക് ബിഗ് എക്സ് എന്നറിയപ്പെടുന്നയാൾ. തടവുചാട്ടത്തിന്റെ ഒരു മാസ്റ്റർ മൈൻഡ്. ഗെസ്റ്റാപ്പോ എന്ന ജർമ്മൻ രഹസ്യ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടി കൊല്ലാകൊല്ല ചെയ്തതാണ്. പക്ഷെ വീണ്ടും രക്ഷപ്പെട്ട്, വീണ്ടും പിടിക്കപ്പെട്ട് ഇപ്പോൾ ഈ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ബാട്ട്ലെറ്റ് ഈ ക്യാമ്പിൽ എത്തിയപ്പോൾ മറ്റുള്ളവരെ പോലെ എങ്ങനെ തനിച്ച് രക്ഷപ്പെടാം എന്നല്ല ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ പ്ലാൻ വളരെ വലുതായിരുന്നു. ഇറ്റ് വാസ് ഒഡാഷ്യസ്. ഭ്രാന്തമായൊരു പ്ലാൻ. 1-2 പേരല്ല, മറിച്ച് 250 തടവുകാരെ ഒരേ രാത്രിയിൽ ഈ ക്യാമ്പിൽ നിന്ന് പുറത്തെത്തിക്കുക എന്നത്. എന്തിനാണെന്നറിയാമോ? വെറും സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാത്രമല്ല. 250 തടവുകാർ ഒരുമിച്ച് രക്ഷപ്പെട്ടാൽ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ജർമ്മൻ ആർമിക്ക് ആയിരക്കണക്കിന് പട്ടാളക്കാരെയും പോലീസിനെയും റിസോഴ്സുകളെയും വിനിയോഗിക്കേണ്ടി വരും. യുദ്ധമുന്നണിയിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറും. അത് സഖ്യകക്ഷികൾക്കൊരു വലിയ സഹായമാവും. ദിസ് വാസ് നോട്ട് ജസ്റ്റ് ആൻ എസ്കേപ്പ്, ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് വാർ. ഇതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. അങ്ങനെ ബാട്ട്ലെറ്റിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിലെ ഏറ്റവും ബുദ്ധിമാന്മാരും കഴിവുള്ളവരുമായ ആളുകളെ ചേർത്ത് ഒരു രഹസ്യ സംഘടന രൂപീകരിച്ചു, ദ എക്സ് ഓർഗനൈസേഷൻ. ഓരോരുത്തർക്കും ഓരോ ചുമതല നൽകി. തുരങ്കങ്ങൾ കുഴിക്കുന്നവർ, മണ്ണ് രഹസ്യമായി ഒഴിവാക്കുന്നവർ, വ്യാജരേഖകൾ ഉണ്ടാക്കുന്നവർ, സാധാരണ വസ്ത്രങ്ങൾ തയ്ക്കുന്നവർ എന്നിങ്ങനെ ഒരു വലിയ സിംഫണി പോലെ ഓരോരുത്തരും അവരുടെ ഭാഗം കൃത്യമായി വായിക്കാൻ തയ്യാറായി. അവരൊരു പ്ലാൻ തയ്യാറാക്കി. 1 2 3 തുരങ്കങ്ങൾ ഒരേ സമയം കുഴിക്കുവാൻ 3 സ്ഥലങ്ങൾ കണ്ടെത്തി. ടോം, ഡിക്ക് ആൻഡ് ഹാരി. എന്തിനാണ് 3 എണ്ണം? 1 ജർമ്മൻകാർ കണ്ടുപിടിച്ചാലും ബാക്കി 2 സുരക്ഷിതമായിരിക്കുമല്ലോ. അതൊരു ബ്രില്യൻ സ്ട്രാറ്റജി ആയിരുന്നു. ക്യാമ്പിലെ ഏറ്റവും തിരക്കുള്ള 3 സ്ഥലങ്ങളിൽ നിന്നാണ് തുരങ്കങ്ങൾ തുടങ്ങിയത്. ഗാർഡുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ തുരങ്കത്തിന്റെ വാതിലുകൾ പോലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സ്റ്റൗവിന്റെ അടിയിലും ഒരു ഡ്രെയിനേജ് കവറിന്റെ താഴെയുമായിരുന്നു. ഓരോ ദിവസവും തങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് അവർ ആ തുരങ്കങ്ങൾ കുഴിച്ചത്. ശ്വാസം കിട്ടാതെ, മണ്ണിടിഞ്ഞു വീണ് എപ്പോൾ വേണമെങ്കിലും മരിക്കാം.
പുറത്ത് ഓരോ നിമിഷവും ഫെററ്റ്സിന്റെ കണ്ണുകൾ അവരെ നിരീക്ഷിക്കുന്നുണ്ട്. പിടിക്കപ്പെട്ടാൽ മരണമുറപ്പ്. എന്നിട്ടും സ്വാതന്ത്ര്യമെന്ന ആ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ആ മനുഷ്യർ മണ്ണിനടിയിൽ ഒരു പുതിയ ലോകം പണിയാൻ തുടങ്ങി. ഒരു തുള്ളി വെളിച്ചം പോലുമില്ലാത്ത ആ ഇരുട്ടിൽ അവർ ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളെയും ചുമലിലേറ്റി. ആ തുരങ്കങ്ങൾ വെറും വഴികളായിരുന്നില്ല, അവരുടെ സ്വപ്നങ്ങളിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള വാതിലുകളായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ ക്യാമ്പിലെ അവസ്ഥ. പുറമേക്ക് നോക്കുമ്പോഴെല്ലാം ശാന്തം. തടവുകാർ നടക്കുന്നു, സംസാരിക്കുന്നു, വ്യായാമം ചെയ്യുന്നു. പക്ഷെ അവരുടെയെല്ലാം കാലിനടിയിൽ 30 അടി താഴ്ചയിൽ ഒരു രഹസ്യലോകം പിറവിയെടുക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ ഫാക്ടറി ഓഫ് ഫ്രീഡം. ഓരോ മനുഷ്യനും ഒരു ഗ്രാനാസി പോലെ പ്രവർത്തിക്കുന്ന ഒരു വലിയ യന്ത്രം. തുരങ്കം കുഴിക്കുക എന്നത് പറയുന്നത്ര എളുപ്പമുള്ള പണിയായിരുന്നില്ല. ഇടുങ്ങിയ, ശ്വാസം മുട്ടിക്കുന്ന ആ കുഴികളിൽ അവർ മണിക്കൂറുകളോളം ചിലവഴിച്ചു. വെറും കൈകൊണ്ടും ഭക്ഷണപാത്രങ്ങളുടെ അടപ്പുകൾ കൊണ്ടും കട്ടിലിന്റെ പലകകൾ കൊണ്ടും അവർ ആ മഞ്ഞ മണ്ണ് മാന്തിയെടുത്തു. ഡാനിയെപ്പോലുള്ളവർക്ക് ആ ഇടുങ്ങിയ ഇടം ഒരു നരകമായിരുന്നു. ഓരോ നിമിഷവും മണ്ണിടിഞ്ഞ് തലയിൽ വീഴുമോ എന്ന ഭയം. പക്ഷെ ടീമിന്റെ ലക്ഷ്യത്തിനു മുന്നിൽ അവർ സ്വന്തം ഭയത്തെപ്പോലും മറന്നു. പക്ഷെ കുഴിക്കുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയായിരുന്നു ആ മണ്ണ് എന്ത് ചെയ്യും എന്നത്. ഓർമ്മയില്ലേ? ആ മണ്ണ് നല്ല തെളിച്ചമുള്ള മഞ്ഞ നിറമാണ്. സാധാരണ വസ്ത്രത്തിൽ ഒരു തരി പറ്റിയാൽ പോലും ഗാർഡുകൾ കണ്ടുപിടിക്കും. ദിവസവും ടൺ കണക്കിന് മണ്ണാണ് അവർ പുറത്തെടുത്തുകൊണ്ടിരുന്നത്. അതെങ്ങനെ ഒളിപ്പിക്കും? അവിടെയാണ് അവരുടെ എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് നമ്മൾ കാണുന്നത്. അവർ ഒരു പുതിയ സിസ്റ്റം കണ്ടുപിടിച്ചു, ദ പെൻഗ്വിൻസ്. ഓരോ തടവുകാരനും തങ്ങളുടെ പാൻസിനുള്ളിൽ നീളമുള്ള ഓരോ സഞ്ചി ഒളിപ്പിച്ചു വെക്കും. ഈ സഞ്ചിയുടെ അടിഭാഗത്ത് ഒരു ചരട് ഘടിപ്പിച്ചിട്ടുണ്ടാകും. തുരങ്കത്തിൽ നിന്ന് മണ്ണ് ഈ സഞ്ചികളിൽ നിറയ്ക്കും. എന്നിട്ട് അവർ സാധാരണ പോലെ ക്യാമ്പിലൂടെ നടക്കും. ഗാർഡുകളില്ലാത്ത തക്കം നോക്കി പാൻസിന്റെ പോക്കറ്റിലൂടെ ആ ചരട് പതിയെ വലിക്കും. അപ്പോൾ സഞ്ചിയുടെ അടിഭാഗം തുറന്ന് മണ്ണ് കുറച്ചായി അവരുടെ കാലുകളിലൂടെ താഴേക്ക് വീഴും. നടക്കുന്നതിനിടയിൽ കാലുകൊണ്ട് ആ മണ്ണ് നിലത്തുള്ള മറ്റു മണ്ണുമായി കൂട്ടിക്കലർത്തും. ഒരേ സമയം 100 കണക്കിന് പെൻഗ്വിനുകൾ ക്യാമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ചിലർ പൂന്തോട്ടമുണ്ടാക്കുന്നതായി അഭിനയിച്ച് മണ്ണ് അവിടെ നിക്ഷേപിക്കും. മറ്റു ചിലർ കളിക്കുന്നതിനിടയിൽ അത് വിതറും. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു സാധാരണ ക്യാമ്പ്. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ആ ക്യാമ്പിലെ ഓരോ പുൽനാമ്പിനടിയിലും ഓരോ ചുവടിനടിയിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അടയാളങ്ങൾ കാണാമായിരുന്നു. തുരങ്കത്തിനുള്ളിലെ കാര്യങ്ങൾ ഇതിലും അത്ഭുതകരമായിരുന്നു. 100 കണക്കിനടി നീളമുള്ള തുരങ്കത്തിനുള്ളിലേക്ക് എങ്ങനെ വായു എത്തിക്കും? അവർ ഒരു എയർ പമ്പ് ഉണ്ടാക്കി. കട്ടിലിന്റെ പലകകളും ഹോക്കി സ്റ്റിക്കുകളും പിന്നെ പട്ടാളക്കാർക്ക് കിട്ടുന്ന ക്ലിം എന്ന പാൽപ്പൊടി ടിന്നുകളും ഉപയോഗിച്ച് ഒരു ബെല്ലോസ് സംവിധാനം. ഒരാൾ പുറത്തിരുന്ന് അത് പമ്പ് ചെയ്യുമ്പോൾ ടിന്നുകൾ കൊണ്ടുണ്ടാക്കിയ പൈപ്പുകളിലൂടെ ശുദ്ധവായു തുരങ്കത്തിന്റെ അറ്റം വരെ എത്തും. ഇതൊരു ജുഗാഡ് ഇന്നവേഷന്റെ അങ്ങേയറ്റമായിരുന്നു. വെളിച്ചത്തിനു വേണ്ടി മൃഗങ്ങളുടെ കൊഴുപ്പുപയോഗിച്ച് വിളക്കുകൾ കത്തിച്ചു. തുരങ്കം ഇടിയാതിരിക്കാൻ മോഷ്ടിച്ചെടുത്ത മരപ്പലകകൾ കൊണ്ട് വശങ്ങൾ ബലപ്പെടുത്തി. അതേസമയം ക്യാമ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ സജീവമായിരുന്നു. ആൻഡ്രൂവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം തയ്യൽക്കാർ തടവുകാരുടെ പുതപ്പുകളും പഴയ യൂണിഫോമുകളും വെട്ടിയെടുത്ത് സാധാരണക്കാരുടെ കോട്ടും സ്യൂട്ടും പാൻസും ഒക്കെ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഒരു തയ്യൽക്കടയാണെന്നേ പറയൂ. അപ്പുറത്ത് ബ്ലൈത്തിന്റെ നേതൃത്വത്തിൽ ഫോർജറി ഡിപ്പാർട്ട്മെന്റ് രക്ഷപ്പെടുന്ന 250 പേർക്കും വേണ്ട വ്യാധ തിരിച്ചറിയൽ കാർഡുകൾ, യാത്രാരേഖകൾ, വർക്ക് പെർമിറ്റുകൾ എല്ലാം അച്ചടിച്ചുണ്ടാക്കുകയാണ്. ഓരോ രാജ്യത്തെയും രേഖകൾക്ക് ഓരോ തരം പേപ്പറും മഷിയുമാണ്. അതെല്ലാം ഹാൻഡ്ലി പോലുള്ള സ്ക്രൗഞ്ചർമാർ ഗാർഡുകൾക്ക് കൈക്കൂലി കൊടുത്തും മറ്റു തടവുകാരുമായി ബാർട്ടർ സിസ്റ്റം നടത്തിയും സംഘടിപ്പിക്കും. ബ്ലൈത്തിന്റെ കണ്ണിന് കാഴ്ചശക്തി കുറഞ്ഞു വരികയായിരുന്നു. പക്ഷെ ആ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അയാളുണ്ടാക്കിയ ഓരോ രേഖയും ഒറിജിനലിനെ വെല്ലുന്നതായിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ടോം എന്ന തുരങ്കം ഏകദേശം പൂർത്തിയാകാനായി. ക്യാമ്പിനപ്പുറത്തുള്ള കാട്ടിലേക്കാണ് അതിന്റെ വഴി തുറക്കുന്നത്. എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ വിധി അവർക്കായി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനമായ ജൂലൈ 4. ക്യാമ്പിലെ അമേരിക്കൻ തടവുകാർ ഗാർഡുകളുടെ ശ്രദ്ധ തിരിക്കാനായി ഒരു വലിയ ആഘോഷം സംഘടിപ്പിച്ചു. അവർ സ്വന്തമായി വാറ്റിയെടുത്ത മദ്യം കുടിച്ചു പാട്ടും ഡാൻസുമൊക്കെയായി ഒരു ഉത്സവം. എല്ലാവരുടെയും ശ്രദ്ധ അവിടെയായിരുന്നപ്പോൾ
ഗാർഡുകളിൽ ഒരാൾ യാദൃശ്ചികമായി ടോം തുരങ്കത്തിന്റെ വാതിൽ കണ്ടുപിടിച്ചു. സ്റ്റൗവിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യവാതിൽ അവർ തുറന്നു. ആ നിമിഷം ക്യാമ്പിലെ ആഘോഷങ്ങൾ നിലച്ചു. എല്ലാവരും സ്തംഭിച്ചുപോയി. മാസങ്ങളുടെ അധ്വാനം, പ്രതീക്ഷകൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു. ജർമ്മൻ കമാൻഡന്റ് ലൂഗർ തടവുകാരെയെല്ലാം ഒരുമിച്ചു കൂട്ടി. എന്നിട്ട് ആ തുരങ്കം ഡൈനമിറ്റ് വെച്ച് തകർത്തു. ആ സ്ഫോടനത്തിന്റെ ശബ്ദം ഓരോ തടവുകാരന്റെയും നെഞ്ചിലാണ് കൊണ്ടത്. എല്ലാം തീർന്നു എന്നെല്ലാവരും കരുതി. പക്ഷേ ബാട്ട്ലെറ്റ് മാത്രം തളർന്നില്ല. അയാളുടെ കണ്ണുകളിൽ നിരാശയായിരുന്നില്ല, കത്തുന്ന പകയായിരുന്നു. അയാൾ തന്റെ ടീമിനെ വിളിച്ചുകൂട്ടി. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇനി ഹാരിയിലായിരിക്കും. ടോം കണ്ടുപിടിച്ചതുകൊണ്ട് ഗാർഡുകൾക്കൊരു അമിത ആത്മവിശ്വാസം വന്നു. ഇനി ഇവർ തുരങ്കം കുഴിക്കാൻ ധൈര്യപ്പെടില്ല എന്നവർ കരുതി. പക്ഷേ ആ ചിന്തയായിരുന്നു അവരുടെ ഏറ്റവും വലിയ തെറ്റ്. കാരണം ആ തോൽവി തടവുകാരുടെ വാശിയെ ഇരട്ടിയാക്കുകയായിരുന്നു. ഇനി പിന്നോട്ടില്ല. ഹാരി എന്ന ഒരൊറ്റ പ്രതീക്ഷയിൽ അവർ വീണ്ടും മണ്ണിനടിയിലേക്ക് ഊളിയിട്ടു. ഇത്തവണ കൂടുതൽ കരുതലോടെ, കൂടുതൽ വാശിയോടെ. ഒരു പരാജയം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക? ചിലരത് പൂർണ്ണമായും തളർത്തിക്കളയും. എന്നാൽ മറ്റു ചിലർക്ക് അതൊരു പാഠമാണ്, കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ഇന്ധനമാണ്. ടോം എന്ന തുരങ്കം തകർന്നപ്പോൾ ബാട്ട്ലെറ്റിനും സംഘത്തിനും സംഭവിച്ചത് രണ്ടാമത്തെ കാര്യമാണ്. അവരുടെ നിശ്ചയദാർഢ്യം, സ്റ്റീലി റിസോൾവ് 10 മടങ്ങ് വർദ്ധിച്ചു. അവർ തങ്ങളുടെ എല്ലാ ശ്രദ്ധയും എല്ലാ ഊർജവും ഹാരി എന്ന തുരങ്കത്തിലേക്ക് കേന്ദ്രീകരിച്ചു. ടോം കണ്ടുപിടിച്ചതുകൊണ്ട് ജർമ്മൻകാരുടെ അഹങ്കാരം അവർക്കൊരു മറയായി. ഇനി ഇവന്മാർ അടങ്ങിയിരിക്കും എന്ന ജർമ്മൻ പട്ടാളക്കാരുടെ ചിന്ത അവർക്ക് കൂടുതൽ ധൈര്യം നൽകി. ഡിക്ക് എന്ന തുരങ്കം അവർ തൽക്കാലം ഉപേക്ഷിച്ചു. അതിനെ കുഴിച്ചെടുത്ത മണ്ണും മറ്റു സാധനങ്ങളും ഒളിപ്പിക്കാനുള്ള ഒരു സ്റ്റോറേജ് റൂമാക്കി മാറ്റി. ഇനി ഒറ്റ ലക്ഷ്യം, ഹാരി. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയായിരുന്നു. ഒരു ദിവസം ക്യാമ്പിലെ ഗാർഡുകൾ അപ്രതീക്ഷിതമായി ഒരു റെയ്ഡ് നടത്തി. അവർ ബ്ലൈത്തിന്റെ ഫോർജറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിനുള്ള ഉപകരണങ്ങളും പേപ്പറുകളും കണ്ടുപിടിച്ചു. ബ്ലൈത്തിന് അതൊരു വലിയ ആഘാതമായിരുന്നു. താൻ കാരണം എല്ലാവരുടെയും പ്ലാൻ പൊളിയുമോ എന്ന് അയാൾ ഭയന്നു. ആ ടെൻഷനിൽ അയാളുടെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ദ ഡാർക്ക്നെസ് ദാറ്റ് ഹി ഫിയർഡ് ഹാഡ് ഫൈനലി കൺസ്യൂംഡ് ഹിം. ഒരു കലാകാരന് തന്റെ കല ചെയ്യാൻ കഴിയാത്ത അവസ്ഥയേക്കാൾ വലിയൊരു ദുരന്തമില്ല. അതേസമയം നമ്മുടെ കൂളർ കിങ് ഹിൽസ് പലതവണ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് വീണ്ടും വീണ്ടും കൂളറിൽ അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണയും കൂളറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അയാൾ കൂടുതൽ ഒറ്റപ്പെട്ടവനായി, കൂടുതൽ വാശിക്കാരനായി. പക്ഷെ ടോം തകർന്നതിന് ശേഷം ക്യാമ്പിലെ ഒരുമയും നിശ്ചയദാർഢ്യവും കണ്ടപ്പോൾ ഹിൽസിന്റെ ഉള്ളിലും ഒരു മാറ്റം വരാൻ തുടങ്ങി. തനിക്ക് രക്ഷപ്പെടുന്നതിനേക്കാൾ വലിയൊരു ലക്ഷ്യമാണിവിടെയുള്ളത് എന്നയാൾ തിരിച്ചറിഞ്ഞു. ഒരു ദിവസം തുരങ്കം കുഴിക്കുന്നതിനിടയിൽ ഡാനിയുടെ ക്ലോസ്ട്രോഫോബിയ അതിൻ്റെ മൂർധന്യത്തിലെത്തി. മണ്ണിനടിയിൽ ആ ഇടുങ്ങിയ കുഴലിൽ ശ്വാസം കിട്ടാതെ അയാൾ പിടഞ്ഞു. ഇനി ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നയാൾക്ക് തോന്നി. ആ സമയത്ത് അയാളെ ആശ്വസിപ്പിച്ചത് അയാളുടെ സുഹൃത്ത് വില്ലിയായിരുന്നു. അവർ ഒന്നിച്ചാ ഭയത്തെ മറികടന്നു. ആ നിമിഷം അത് വെറും 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമായിരുന്നില്ല, അതൊരു കൂട്ടായ്മയുടെ ശക്തിയായിരുന്നു. ഒരാൾ തളരുമ്പോൾ താങ്ങായി മറ്റൊരാൾ. തുരങ്കത്തിന്റെ പണി പുരോഗമിക്കുന്നതിനിടയിൽ അവർക്ക് പുതിയൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നു. തുരങ്കം ക്യാമ്പിന്റെ മുള്ളുവേലിക്കപ്പുറം അടുത്തുള്ള കാട്ടിലേക്കാണ് എത്തേണ്ടിയിരുന്നത്. പക്ഷേ കൃത്യമായി എവിടെയാണ് തുരങ്കം അവസാനിക്കുന്നതെന്ന് അവർക്ക് കണക്കുകൂട്ടാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ പിഴവ് മതി എല്ലാം തകിടം മറിയാൻ. തുരങ്കം തുറക്കുന്നത് ഒരു ഗാർഡ് ടവറിന്റെ താഴെയോ അല്ലെങ്കിൽ ഒരു തുറന്ന സ്ഥലത്തോ ആണെങ്കിൽ എല്ലാവരും പിടിക്കപ്പെടും. അപ്പോഴാണ് ഹിൽസ്, ആ ഒറ്റയാൻ, മുന്നോട്ട് വന്നത്. അയാൾ ബാട്ട്ലെറ്റിനോട് പറഞ്ഞു, ഞാൻ പുറത്തുപോയി ദൂരം അളന്നു വരാം. അതെങ്ങനെ സാധിക്കുമെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഹിൽസ് വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി അഭിനയിച്ചു. ഗാർഡുള്ള അയാളെ പിടികൂടി. ആ ബഹളത്തിനിടയിൽ അയാൾ തന്ത്രപരമായി തുരങ്കമെത്തേണ്ട മരത്തിന്റെ അടുത്തേക്ക് ഓടി അവിടെ ഒരു കയർ കെട്ടി. മറ്റേ അറ്റം ഒരു ഗാർഡിന്റെ കയ്യിൽ കൊടുത്ത് തന്നെ തിരിച്ച് ക്യാമ്പിലേക്ക് വലിക്കാൻ പറഞ്ഞു. ആ വലിക്കുന്നതിനിടയിൽ കയറിന്റെ നീളം ഉപയോഗിച്ച് അയാൾ കൃത്യമായി കാട്ടിലേക്കുള്ള ദൂരം അളന്നു. ആ ഒരു പ്രവൃത്തിയിലൂടെ ഹിൽസ് പൂർണ്ണമായും ആ ടീമിന്റെ ഭാഗമായി മാറി. ദ ലോൺ വുൾഫ് ഹാഡ് ഫൗണ്ട് ഹിസ് പാക്ക്. ഒടുവിൽ ആ ദിവസം വന്നെത്തി. മാർച്ച് 24, 1944. നിലാവില്ലാത്തൊരു രാത്രി. ഹാരി പൂർത്തിയായിരിക്കുന്നു. 336 അടി നീളം, 30 അടി താഴ്ച,
മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു മഹാസ്മാരകം. 250 പേരെ രക്ഷപ്പെടുത്താനായിരുന്നു പ്ലാൻ. പക്ഷേ ബാട്ട്ലറ്റ് ഒരു കാര്യം തീരുമാനിച്ചു. ആദ്യത്തെ 76 പേർക്ക് മാത്രമേ വ്യാജരേഖകളും സാധാരണ വസ്ത്രങ്ങളും രക്ഷപ്പെടാനുള്ള കൃത്യമായ വഴികളും നൽകാൻ കഴിയൂ. ബാക്കിയുള്ളവർക്ക് സ്വന്തം നിലയ്ക്ക് രക്ഷപ്പെടേണ്ടിവരും. അതൊരു കുമാരമായിരുന്നു, എ ഗാമ്പിൾ. രാത്രിയായി. ആദ്യത്തെ ആൾ തുരങ്കത്തിലൂടെ നുഴഞ്ഞു പുറത്തേക്കിറങ്ങി. പക്ഷെ അവിടെ അവരെ കാത്തിരുന്നത് ഒരു ഞെട്ടിക്കുന്ന സത്യമായിരുന്നു. ഹിൽസിന്റെ കണക്കുകൂട്ടലിൽ ഒരു ചെറിയ പിഴവ് പറ്റിയിരുന്നു. തുരങ്കം അവസാനിക്കുന്നത് കാടിന്റെ സുരക്ഷിതത്വത്തിലായിരുന്നില്ല, മറിച്ച് കാടിന് ഏകദേശം 20 അടി ഇപ്പുറം ഒരു തുറന്ന സ്ഥലത്തായിരുന്നു. തൊട്ടടുത്തൊരു ഗാർഡ് ടവറുണ്ട്. ഓരോ തവണയും ഗാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വേണം ഓരോരുത്തർക്കും പുറത്തിറങ്ങി ആ 20 അടി ദൂരം ഓടി കാട്ടിലേക്ക് മറയാൻ. അതോടെ പ്ലാനുകളെല്ലാം താളം തെറ്റി. ഓരോരുത്തരായി പുറത്തിറങ്ങാൻ തുടങ്ങി. പക്ഷേ അത് വളരെ പതിയെയായിരുന്നു. സമയം അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നു. ക്യാമ്പിനുള്ളിൽ അടുത്ത ഊഴവും കാത്ത് നൂറുകണക്കിന് പേർ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ്. ആ നിശബ്ദതയിൽ അവരുടെ ഹൃദയമിടിപ്പും മാത്രം കേൾക്കാം. ഓരോ നിമിഷവും പിടിക്കപ്പെടുമോ എന്ന ഭയം. അങ്ങനെ 76 പേർ വിജയകരമായി രക്ഷപ്പെട്ടു. 77ാമത്തെ ആൾ പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പോഴേക്കും ഒരു ഗാർഡ് ആ തുരങ്കത്തിന്റെ വാതിൽ കണ്ടുപിടിച്ചു. അലാരം മുഴങ്ങി. അതോടെ ആ വലിയ രക്ഷപ്പെടൽ ശ്രമത്തിന് തിരശീല വീണു. ക്യാമ്പിനുള്ളിൽ കാത്തുനിന്ന ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവർ നിരാശരായി തങ്ങളുടെ ബാരക്കുകളിലേക്ക് മടങ്ങി. പക്ഷേ ആ രാത്രി 76 മനുഷ്യർ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചിരുന്നു. അവർ ജർമ്മനിയുടെ പല ഭാഗങ്ങളിലേക്ക് ചിതറിയോടി. പക്ഷെ കഥ അവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ തുരങ്കത്തിൽ നിന്ന് പുറത്തുവന്ന 76 പേർക്കും അതൊരു പുനർജന്മം പോലെയായിരുന്നു. മാസങ്ങളോളം മണ്ണിനടിയിൽ ജീവിച്ചതിനു ശേഷം ആ തണുത്ത രാത്രിയിലെ കാറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങളും അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായി തോന്നി. പക്ഷേ ആഘോഷിക്കാൻ സമയമില്ലായിരുന്നു. They were in enemy territory. ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. അവർ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല ദിശകളിലേക്ക് യാത്ര തിരിച്ചു. ചിലർ ട്രെയിനിൽ കയറി, മറ്റു ചിലർ കാൽനടയായി, ചിലർ പുഴ നീന്തി കടന്നു. ഹാൻഡ്ലിയും ബ്ലൈത്തും ഒരുമിച്ചൊരു പുഴക്കരയിലെത്തി. അവിടെ നിന്നൊരു ചെറിയ ബോട്ടിൽ അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ബ്ലൈത്തിന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അയാൾക്ക് ചുറ്റുമുള്ള സൗന്ദര്യമൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഹാൻഡ്ലി അയാൾക്ക് ഓരോ കാഴ്ചയും വിവരിച്ചു കൊടുത്തു. ബ്ലൈത്ത്, നമ്മൾ മനോഹരമായൊരു താഴ്വരയിലൂടെയാണ് പോകുന്നത്. പച്ചപ്പുൽമേടുകൾ, ദൂരെ മഞ്ഞുമൂടിയ മലനിരകൾ. ആ വാക്കുകളിലൂടെ ബ്ലൈത്ത് ആ ലോകം മനസ്സിൽ കണ്ടു. അതൊരു സുഹൃത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു. അതേസമയം ഡാനിയും വില്ലിയും ഒരു ട്രെയിനിൽ കയറിപ്പറ്റി. അവരൊരു പോളിഷ്കാരനായ തൊഴിലാളികളായിരുന്നു അഭിനയിച്ചത്. പക്ഷേ ഒരു ഗെസ്റ്റപ്പോ ഓഫീസർക്ക് സംശയം തോന്നി. അയാൾ അവരെ ചോദ്യം ചെയ്തു. ഡാനിയുടെ പോളിഷ് അത്രയ്ക്ക് മികച്ചതായിരുന്നില്ല. പക്ഷേ വില്ലി സമർത്ഥമായി സംസാരിച്ച ആ സാഹചര്യത്തെ നേരിട്ടു. ആ ട്രെയിൻ യാത്രയിലുടനീളം അവർ പിടിക്കപ്പെടുമോ എന്ന ഭയത്തിന്റെ മുൾമുനയിലായിരുന്നു. നമ്മുടെ ബിഗ് എക്സ് ബാട്ട്ലറ്റ് മറ്റൊരു ടീമുമായി ഒരു ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ പെർഫെക്റ്റായ വ്യാജരേഖകളുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗെസ്റ്റപ്പോ ഏജന്റ് ബാട്ട്ലറ്റിനോട് വെറുതെ ഒന്ന് ഗുഡ് ലക്ക് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ ബാട്ട്ലറ്റ് താങ്ക് യു എന്ന് മറുപടി പറഞ്ഞു. ആ ഒരൊറ്റ വാക്കിൽ, ആ ഒരൊറ്റ നിമിഷത്തിൽ എല്ലാം അവസാനിച്ചു. ദ മാസ്റ്റർ മൈൻഡ് വാസ് കോട്ട്. രക്ഷപ്പെട്ട 76 പേരെ പിടിക്കാനായി ജർമ്മൻ ഹൈക്കമാൻഡ് ഒരു വലിയ തിരച്ചിൽ ആരംഭിച്ചു. ആയിരക്കണക്കിന് പട്ടാളക്കാരും ഗെസ്റ്റപ്പോ ഏജന്റുമാരും ജർമ്മനി മുഴുവൻ അരിച്ചുകെറുക്കി. ഈ സംഭവം ഹിറ്റ്ലറെ വ്യക്തിപരമായി തന്നെ ചൂടിപ്പിച്ചു. അയാൾ ഒരു ഉത്തരവിറക്കി. രക്ഷപ്പെട്ടവരിൽ പകുതിയിലധികം പേരെ കണ്ടുപിടിച്ച് ഉടൻ തന്നെ വെടിവെച്ചു കൊല്ലുക. യുദ്ധനിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു അത്. അതൊരു കൊലപാതകത്തിനുള്ള ഉത്തരവായിരുന്നു. ഓരോരുത്തരായി പിടിക്കപ്പെടാൻ തുടങ്ങി. ഹാൻഡ്ലിയും ബ്ലൈത്തും ഒരു പുൽമേട്ടിൽ വെച്ച് പട്ടാളക്കാരുടെ മുന്നിൽപ്പെട്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ ബ്ലൈത്തിനെ വെടിവെച്ചു കൊന്നു. കാഴ്ചയില്ലാത്ത ആ കലാകാരൻ സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തേക്ക് പറന്നുയർന്നു. ഹാൻഡ്ലി നിസ്സഹായനായി അത് നോക്കി നിന്നു. പിടിക്കപ്പെട്ടവരിൽ 50 പേരെ ബാട്ട്ലറ്റ് ഉൾപ്പെടെ ഗെസ്റ്റപ്പോയുടെ കയ്യിൽ കിട്ടി. അവരെ ഓരോരുത്തരായി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഒരു വിചാരണയും കൂടാതെ വെടിവെച്ചു കൊന്നു. അവർ രക്ഷപ്പെട്ടത് ഒരു കുറ്റമായിരുന്നില്ല. അവർ യുദ്ധത്തടവുകാരായിരുന്നു. പക്ഷേ പ്രതികാരദാഹികളായ നാസികൾക്ക് നിയമം ഒരു പ്രശ്നമായിരുന്നില്ല. ആ 50 പേരുടെ ജീവൻ അവർ സ്വാതന്ത്ര്യത്തിന് നൽകിയ വിലയായിരുന്നു. 76 പേരിൽ വെറും 3 പേർക്കും മാത്രമേ പൂർണ്ണമായി രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞുള്ളൂ. ഡാനിയും വില്ലിയും പോളണ്ടുകാരായ കർഷകരുടെ സഹായത്തോടെ ഒരു കപ്പലിൽ കയറി സ്വീഡനിലെത്തി. അവിടെ നിന്ന് അവർ ബ്രിട്ടനിലേക്ക് പോയി. അവർ 2 പേരും പിന്നെ മറ്റൊരു നോർവീജിയൻ പൈലറ്റും. ബാക്കിയുള്ളവരെല്ലാം ഒന്നുകിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് തിരിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടു. നമ്മുടെ കൂളർ കിങ് ഹിൽസ് ഒരു മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് സ്വിസ് ബോർഡറിലേക്ക് കുതിക്കുകയായിരുന്നു. അയാളുടെ പിന്നാലെ ജർമ്മൻ പട്ടാളക്കാരുടെ ഒരു പട തന്നെയുണ്ട്.
ആ ചേസ് ഒരു സിനിമയിലെന്ന പോലെ ആവേശകരമായിരുന്നു. ഒടുവിൽ സ്വിറ്റ്സർലൻഡിലേക്കുള്ള അതിർത്തിയുടെ മുള്ളുവേലിക്ക് മുന്നിൽ അയാൾ എത്തി. ഒരു നിമിഷം അയാൾ ആലോചിച്ചു. പിന്നെ ആ ബൈക്കിന് പരമാവധി വേഗത നൽകി ആ വേലിക്ക് മുകളിലൂടെ ചാടാൻ ശ്രമിച്ചു. പക്ഷെ അയാൾക്കതിന് കഴിഞ്ഞില്ല. ആ മുള്ളുവേലിയിൽ കുടുങ്ങി അയാൾ വീണു. ചുറ്റും പട്ടാളക്കാർ. വീണ്ടും പരാജയം. വീണ്ടും പിടികൊടുത്തു. ഹിൽസിനെയും പിടിക്കപ്പെട്ട മറ്റ് തടവുകാരെയും തിരിച്ച് അതേ സ്റ്റലാഗ് ലുഫ്റ്റ് 3 ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. ക്യാമ്പ് ആകെ മാറിയിരുന്നു. പഴയ കമാൻഡന്റിനെ മാറ്റിയിരുന്നു. കൊല്ലപ്പെട്ട 50 പേരുടെ വാർത്ത അവിടെ എത്തിയിരുന്നു. ക്യാമ്പിൽ ഒരു ശ്മശാന മൂകത തളം കെട്ടി നിന്നു. അവരുടെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ വെറും കൈയോടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ വലിയ രക്ഷപ്പെടൽ ശ്രമം ഒരു പരാജയമായിരുന്നു, ഒരു ദുരന്തമായിരുന്നു. ഹിൽസിനെ വീണ്ടും കൂളറിലേക്ക് കൊണ്ടുപോയി. ആ ഇരുട്ടുമുറിയിൽ അയാൾ ഒറ്റയ്ക്കിരുന്നു. തന്റെ ശ്രമങ്ങളെല്ലാം വിഫലമായല്ലോ എന്നൊരു പക്ഷേ അയാൾ ചിന്തിച്ചിരിക്കാം. പക്ഷേ പുറത്ത് ബാക്കിയുള്ള തടവുകാരുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. അവരുടെ 50 സുഹൃത്തുക്കളെ കൊന്നതിലുള്ള വേദനയും ദേഷ്യവും ജർമ്മൻകാർക്കെതിരെയുള്ള പോരാട്ടം തുടരാനുള്ളൊരു ഊർജ്ജമായി അവർ മാറ്റി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹിൽസിനെ കൂളറിൽ നിന്ന് പുറത്തിറക്കി. ക്യാമ്പിലെ പുതിയ കമാൻഡന്റ് അവനോട് പറഞ്ഞു, നിന്റെയൊക്കെ ശ്രമം കൊണ്ട് ഒരു കാര്യവുമില്ല. നീ വീണ്ടും ഇവിടെ തന്നെ എത്തിയില്ലേ? ഹിൽസ് ഒന്നും മിണ്ടിയില്ല. അവൻ തന്റെ ബേസ്ബോൾ ഗ്ലൗസും ബോളും എടുത്ത് ആ ഇരുട്ടുമുറിയുടെ ചുമരിലേക്കെറിയാൻ തുടങ്ങി. ആ ശബ്ദം, ആ താളം, അത് പരാജയത്തിൻ്റേതായിരുന്നില്ല. അതൊരു സന്ദേശമായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തെ തടവിലാക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹത്തെ നിങ്ങൾക്കൊരിക്കലും തകർക്കാൻ കഴിയില്ല. ഈ പോരാട്ടം ഇനിയും തുടരും. ആ ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയവർക്ക് അതൊരു പുതിയൊരു ലോകമായിരുന്നു. അവരുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ഒരുമിച്ചിരുന്ന് പദ്ധതികൾ തയ്യാറാക്കിയവർ ഇനി അവിടെയില്ല. ആ ശൂന്യത ഭയാനകമായിരുന്നു. 50 പേരുടെ മരണം അതൊരു കണക്ക് മാത്രമായിരുന്നില്ല, അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ടി വരുന്ന വിലയെക്കുറിച്ചുള്ള ഒരു ക്രൂരമായ ഓർമ്മപ്പെടുത്തൽ. ആദ്യമൊക്കെ എല്ലാവരിലും ഒരുതരം മരവിപ്പായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും, ഇത്രയധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും എന്താണ് നേടിയത്? ആ ചോദ്യം എല്ലാവരുടെയും ഉള്ളിൽ ഒരു മുറിപ്പാട് പോലെ നേറി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മരവിപ്പ് പതിയെ മാറാൻ തുടങ്ങി. അതിനു പകരം ഒരുതരം നിശബ്ദമായ ദൃഢനിശ്ചയം ആ ക്യാമ്പിൽ നിറഞ്ഞു. അവർ മനസ്സിലാക്കി, ബാർട്ട്ലെറ്റും മറ്റുള്ളവരും മരിച്ചത് വെറുതെയല്ല. അവരുടെ മരണം ഒരു സന്ദേശമായിരുന്നു. അവരുടെ രക്ഷപ്പെടൽ ശ്രമം ഒരു പരാജയമായിരുന്നില്ല. സൈനികമായി പറഞ്ഞാൽ അതൊരു വൻ വിജയമായിരുന്നു. കാരണം രക്ഷപ്പെട്ട 76 പേരെ കണ്ടെത്താൻ ഹിറ്റ്ലർ യുദ്ധമുന്നണിയിൽ നിന്ന് ആയിരക്കണക്കിന് പട്ടാളക്കാരെയും ഗെസ്റ്റാപ്പോ ഏജന്റുമാരെയും സാധാരണ പോലീസുകാരെയുമാണ് പിന്നാലെ അയച്ചത്. രാജ്യത്തിന്റെ ഗതാഗത സംവിധാനങ്ങൾ ദിവസങ്ങളോളം സ്തംഭിച്ചു. ഓരോ ചെക്ക് പോസ്റ്റിലും ആയിരക്കണക്കിന് ആളുകളെ പരിശോധിച്ചു. ജർമ്മൻ യുദ്ധയന്ത്രത്തിന് അതൊരു വലിയ തലവേദനയായി മാറി. അവരുടെ ശ്രദ്ധയും വിഭവങ്ങളും വഴിതിരിച്ചുവിടുക എന്ന ബാർട്ട്ലെറ്റിന്റെ പ്രധാന ലക്ഷ്യം അത് പൂർണ്ണമായും വിജയിച്ചു. ദി എസ്കേപ്പ് ഹാഡ് കോസ്ഡ് കെയോസ് ജസ്റ്റ് ആസ് ബിഗ് എക്സ് ഹാഡ് പ്ലാൻഡ്. അതുകൊണ്ട് ആ 50 പേരുടെ ജീവത്യാഗം വെറുതെയായില്ല. അവർ വെറും തടവുകാരായിരുന്നില്ല, അവർ പോരാളികളായിരുന്നു. തങ്ങളുടെ അവസാന ശ്വാസം വരെ അവർ ശത്രുവിനോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ആ തിരിച്ചറിവ് ക്യാമ്പിൽ ശേഷിച്ചവർക്ക് ഒരു പുതിയ ഊർജം നൽകി. അവരുടെ സുഹൃത്തുക്കളുടെ ഓർമ്മ ഇനി ഒരിക്കലും തളരരുത് എന്നൊരു വാശിയായി അവരുടെ ഉള്ളിൽ കത്തി. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഈ അവിശ്വസനീയനായ കഥ ലോകം മുഴുവൻ അറിഞ്ഞത് ഒരു സിനിമയിലൂടെയാണ്. 1963 ജോൺ സ്റ്റർജസ് എന്ന സംവിധായകൻ പോൾ ബ്രിഖ്ഹിൽ എഴുതിയ അതേ പേരിലുള്ള പുസ്തകത്തെ ആസ്പദമാക്കി ഒരു സിനിമ സംവിധാനം ചെയ്തു. സ്റ്റീവ് മക്വീൻ, ജെയിംസ് ഗാർണർ, റിച്ചാർഡ് ആറ്റൻബറോ, ചാൾസ് ബ്രോൺസൺ തുടങ്ങിയ അന്നത്തെ ഒരു വലിയ താരനിര ആ സിനിമയിൽ അണിനിരന്നു. ആ സിനിമയുടെ പേരാണ് ദി ഗ്രേറ്റ് എസ്കേപ്പ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് ഇതിനെ ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് വിളിക്കുന്നത്? 76 പേർ രക്ഷപ്പെട്ടു. അതിൽ 73 പേരും പിടിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. വെറും 3 പേർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചത്. എന്നിട്ടും എന്തുകൊണ്ട് ഗ്രേറ്റ്? അത് ഗ്രേറ്റ് ആകുന്നത് അതിന്റെ ഫലത്തിലല്ല, അതിന്റെ ആത്മാവിലാണ്. ഇറ്റ്സ് ഗ്രേറ്റ് ബിക്കോസ് ഓഫ് ദ ഷിയർ ഒഡാസിറ്റി ഓഫ് ദ പ്ലാൻ. 250 പേരെ ഒരേ സമയം രക്ഷപ്പെടുത്തുക എന്ന ആരും ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ആ ഭ്രാന്തമായ സ്വപ്നത്തിന്റെ പേരിലാണ് അത് ഗ്രേറ്റ് ആകുന്നത്. ദിസ് എസ്കേപ്പ് വാസ് ഗ്രേറ്റ് ബിക്കോസ് ഓഫ് ദ ഹ്യൂമൻ ഇൻജന്യൂയിറ്റി ഇറ്റ് ഷോക്കേസ്ഡ്. ഒരു തരി പോലും പുറത്തുനിന്ന് സഹായം കിട്ടാതെ
കയ്യിൽ കിട്ടിയ പാഴ് വസ്തുക്കൾ കൊണ്ട് അവരൊരു അത്ഭുത ലോകം തന്നെ സൃഷ്ടിച്ചു. പാൽപ്പൊടി ടിന്നുകൾ കൊണ്ടുള്ള എയർ പമ്പുകൾ, കട്ടിലിന്റെ പലകകൾ കൊണ്ടുള്ള സപ്പോർട്ടുകൾ, പുതപ്പുകൾ കൊണ്ടുള്ള സിവിലിയൻ വസ്ത്രങ്ങൾ, വ്യാജരേഖകൾ. ഇല്ലായ്മയിൽ നിന്നൊരു സാമ്രാജ്യം പണിതുയർത്തിയതുപോലെയായിരുന്നു അത്. ഇറ്റ് വാസ് ഗ്രേറ്റ് ബിക്കോസ് ഓഫ് ദ ടീം വർക്ക്. ഓരോരുത്തരും അവരവരുടെ കഴിവുകളും കുറവുകളും അറിഞ്ഞ് ഒരു ശരീരത്തിൽ എന്ന പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന ഹിൽസ് എന്ന ഒറ്റയാൻ ആ കൂട്ടായ്മയുടെ ഭാഗമായപ്പോൾ ആ ടീം പൂർണ്ണമായി. കാഴ്ച നഷ്ടപ്പെട്ട ബ്ലൈത്തിനു വേണ്ടി ലോകത്തെ വർണ്ണിച്ചുകൊടുത്ത ഹാൻലിയുടെ സൗഹൃദത്തിൽ, ക്ലോസ്ട്രോസോബിയ ഉണ്ടായിട്ടും ടീമിനു വേണ്ടി തുരങ്കം കുഴിച്ച ഡാനിയുടെ ധൈര്യത്തിൽ ആ ടീമിന്റെ ഗ്രേറ്റ്നെസ് നമുക്ക് കാണാം. ഏറ്റവും പ്രധാനമായി, ദിസ് എസ്കേപ്പ് ഈസ് ഗ്രേറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ടെസ്റ്റമെന്റ് ടു ദ ഇൻബ്രേക്കബിൾ ഹ്യൂമൻ സ്പിരിറ്റ്. മനുഷ്യന്റെ അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. നിങ്ങൾക്ക് ഞങ്ങളെ ഒരു മുള്ളുവേലിക്കുള്ളിൽ അടച്ചിടാം, ഞങ്ങളുടെ കൈകളിൽ വിലങ്ങുവയ്ക്കാം, പക്ഷേ ഞങ്ങളുടെ സ്വപ്നങ്ങളെ, ഞങ്ങളുടെ ഉപേക്ഷകളെ, ഞങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് തടവിലാക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമായിരുന്നു അത്. അവസാനം ഹിൽസ് ആ മുള്ളുവേലിക്ക് മുന്നിൽ പിടിക്കപ്പെടുമ്പോൾ അയാൾ ശരിക്കും തോൽക്കുന്നുണ്ടോ? ഇല്ല, അയാൾ വീണ്ടും ശ്രമിക്കുമെന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു അത്. ആ പന്ത് ചുമരിലേക്കെറിയുന്ന ശബ്ദം അത് കീഴടങ്ങലിൻ്റേതല്ല, മറിച്ചു തുടരുമെന്നതിൻ്റെ ശബ്ദമാണ്. ആത്യന്തികമായ രക്ഷപ്പെടൽ, ആ ഗ്രേറ്റ് എസ്കേപ്പ്, അത് ശരീരത്തിൻ്റേതായിരുന്നില്ല, അത് ആത്മാവിൻ്റേതായിരുന്നു. നിരാശയുടെയും ഭയത്തിൻ്റെയും തടവിറയിൽ നിന്ന് പ്രതീക്ഷയുടെയും ധൈര്യത്തിൻ്റെയും ലോകത്തേക്കുള്ള ഒരു മഹത്തായ കുതിച്ചുചാട്ടം. അതായിരുന്നു ദി ഗ്രേറ്റ് എസ്കേപ്പ്.